ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. CSEB സിലബസ് പ്രകാരം കോർപ്പറേഷനിലെ 3rd ചാപ്റ്ററാണ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ക്രാഫിക്കാർഡ് കമ്മിറ്റി, അഗ്രികൾച്ചറൽ ആൻഡ് ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, പിന്നെ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ് NCDC, NDDB, NHB, നബാർഡ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് എന്ന് പറയുന്ന ആ 3rd മോഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള 65 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സെറ്റിംഗ് അപ്പ് ഓഫ് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി വാസ് റെക്കമെൻഡഡ് ബൈ. ഓപ്ഷൻ എ ഗോർവാല കമ്മിറ്റി, ഓപ്ഷൻ ബി ശിവരാമൻ കമ്മിറ്റി, ഓപ്ഷൻ സി വെങ്കിട്ടപ്പൈ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി SFDA റെക്കമെൻഡ് ചെയ്തത് ആരാണെന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, വെങ്കിട്ടപ്പൈ കമ്മിറ്റി. വെങ്കിട്ടപ്പൈ കമ്മിറ്റിയാണ് SFDA റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. വെങ്കിട്ടപ്പൈ കമ്മിറ്റി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി AIRCRC അവരെയാണ് വെങ്കിട്ടപ്പൈ കമ്മിറ്റി എന്ന് പറയുന്നത്. ചെയർമാനാണ് വെങ്കിട്ടപ്പൈ. ഈ കമ്മിറ്റി 1966 ഇവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് 1969. അപ്പോൾ കമ്മിറ്റി വന്നിരിക്കുന്നത് 1966, 69. ഇവരുടെ പ്രധാന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഈ സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി SFDA, പിന്നെ അതുപോലെ തന്നെ മൾട്ടി ഏജൻസി അപ്രോച്ച്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, ഇതെല്ലാം ഈ റിവ്യൂ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ്. റിവ്യൂ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് RBI ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗോർവാല കമ്മിറ്റിയാണ് നമ്മുടെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. ഗോർവാലയാണ് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്, AD ഗോർവാല. പിന്നെ ഈ ശിവരാമൻ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നബാർഡ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് B ശിവരാമൻ കമ്മിറ്റി, അല്ലെങ്കിൽ ക്രാഫിക്കാർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ റെക്കമെൻഡേഷൻ ഓഫ് ദ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി? ഓപ്ഷൻ എ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അറ്റ് ഓൾ ലെവൽസ്, ഓപ്ഷൻ ബി ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഓപ്ഷൻ ഡി ക്രിയേഷൻ ഓഫ് വയബിൾ യൂണിറ്റ്സ്. ഇതിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്രിയേഷൻ ഓഫ് വയബിൾ യൂണിറ്റ്സ്. അത് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ല. സർവേ കമ്മിറ്റി ഇപ്പം നമ്മൾ പറഞ്ഞു AD ഗോർവാലയാണ് ചെയർമാനായിട്ട് വരുന്നത്. സർവേ കമ്മിറ്റി എന്ന് പറയുന്നത് 1951 അവർ അപ്പോയിന്റ് ചെയ്തത്. 54 റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. 1951, 54 അതിൻ്റെ ആ കമ്മിറ്റിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിൽ AD ഗോർവാലയാണ് ചെയർമാൻ. പിന്നെ ഇതിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് DR ഗാഡ്ഗിൽ, NSR ശാസ്ത്രി, B വെങ്കിട്ടപ്പൈ. ഇത്രയും പേരാണ് ഈ കമ്മിറ്റിയിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് NSR ശാസ്ത്രി ആയിരുന്നു. ഇത് ഒരു പ്രാവശ്യം മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലെ മെമ്പർ സെക്രട്ടറി ആരാന്നുള്ളത് NSR ശാസ്ത്രിയാണ്. പിന്നെ ഈ സർവേ കമ്മിറ്റി എന്ന് പറയുന്നത് അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് 3 വോളിയമായിട്ടാണ് സമർപ്പിച്ചത്. ജനറൽ, സർവേ, ടെക്നിക്കൽ, അങ്ങനെ 3 വോളിയത്തിലാണ് ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പിന്നെ സർവേ കമ്മിറ്റിയുടെ പ്രധാന റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ SBI, ക്രോപ്പ് ലോൺ സിസ്റ്റം, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്, ഇതെല്ലാം സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ദ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡാഷ് റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നബാർഡ്. ഓപ്ഷൻ എ ബ്രഹ്മപ്രകാശ്, ഓപ്ഷൻ ബി ഖുസ്രു, ഓപ്ഷൻ ഡി B ശിവരാമൻ, ഓപ്ഷൻ ഡി സരയ്യ. അപ്പോൾ ഈ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ
ക്രാഫിക്കാർഡ് കമ്മിറ്റിയാണ്. ക്രാഫിക്കാർഡ് കമ്മിറ്റിയാണ് പറയുന്നത്. അത് ആരുടെ ചെയർമാൻഷിപ്പിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ബി ശിവരാമൻ. ബി ശിവരാമൻ്റെ ചെയർമാൻഷിപ്പിലുള്ള ഈ ക്രാഫിക്കാർഡ് കമ്മിറ്റിയാണ് നബാർഡിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബി ശിവരാമനായിരുന്നു ഇതിൻ്റെ ചെയർമാൻ. അത് കാരണം നമ്മൾ ശിവരാമൻ കമ്മിറ്റി എന്നും പറയാറുണ്ട്. ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് 1979 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് 1981 റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇവരെ അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണ്. പിന്നെ നബാർഡാണ് ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആണ് നബാർഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നബാർഡ് ഈസ്. ഓപ്ഷൻ എ ക്യാബ്, ഓപ്ഷൻ ബി വാംനിക്കോം, ഓപ്ഷൻ സി NCCT, ഓപ്ഷൻ ഡി ബേർഡ്. ഇതിൽ നബാർഡിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബേർഡ് ആണ്. ബേർഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ആൻഡ് ബേർഡ് വന്നത് 1983 ബേർഡ് വന്നിരിക്കുന്നത്. 1982 നബാർഡ് വന്നത്. അതിൻ്റെ പിറ്റേ വർഷം ബേർഡ് 1983. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലക്നൌവിലാണ്. ബേർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. നബാർഡ് വന്നത് 1982 ജൂലൈ 12. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വർഷം 1983 ബേർഡ് വന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് ലക്നൗ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ്. ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി നബാർഡ്, ഓപ്ഷൻ സി NCUI, ഓപ്ഷൻ ഡി KCB. ഇതിൽ നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് നബാർഡിൻ്റെ കൺട്രോളിലാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നബാർഡ്. മുമ്പ് ഇത് RBIയുടെ ഒരു ഫണ്ടായിരുന്നു. അന്നേരം ഇതിൻ്റെ പേരെന്ന് പറയുന്നത് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നായിരുന്നു. പിന്നീട് നബാർഡ് വന്നതോടുകൂടി RBI ഇത് നബാർഡിലേക്ക് കൊടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ പേര് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നായി മാറിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നബാർഡ് ഹാസ് ഇറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ്. ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി ബാംഗ്ലൂർ, ഓപ്ഷൻ ഡി മുംബൈ. നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുംബൈ. അതുപോലെ നബാർഡ് വന്നത് 1982 ജൂലൈ 12 നബാർഡ് വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സൂപ്പർവൈസറി അതോറിറ്റി ഓഫ് ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ്. ഓപ്ഷൻ എ നബാർഡ്, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി RCS, ഓപ്ഷൻ ഡി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ എല്ലാം സൂപ്പർവൈസറി അതോറിറ്റി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, നബാർഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NDDB, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി RBI. നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, നബാർഡാണ്. ഇതും മുമ്പ് RBIയുടെ കയ്യിലുണ്ടായിരുന്ന ഫണ്ടാണ്. നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടേം ഫണ്ട് എന്ന പേരിൽ RBI രൂപീകരിച്ച ഫണ്ടാണിത്. നബാർഡ് രൂപീകരിച്ചതോടുകൂടി ഈ ഫണ്ട് നബാർഡിലേക്ക് കൊടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ പേര് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് എന്നാവുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് 2 ഫണ്ടാണ് RBI നബാർഡിലേക്ക് കൊടുത്തത്. അത് ഒരെണ്ണം ഇപ്പോൾ ഈ പറഞ്ഞ നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടും, പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും. അത് രണ്ടും RBIയുടെ കയ്യിലിരുന്നതാണ്. അത് നബാർഡിൻ്റെ രൂപീകരണത്തോടു കൂടി നബാർഡിലേക്ക് കൊടുത്തതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൾട്ടി ഏജൻസി അപ്രോച്ച് സ്കീം വാസ് റെക്കമെൻഡഡ് ബൈ. ഓപ്ഷൻ എ റിവ്യൂ കമ്മിറ്റി, ഓപ്ഷൻ ബി പ്ലാനിംഗ് കമ്മിറ്റി, ഓപ്ഷൻ സി
സർവേ കമ്മിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. മൾട്ടി ഏജൻസി അപ്രോച്ച് ആരുടെ റെക്കമെൻഡേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, റിവ്യൂ കമ്മിറ്റി. റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് മൾട്ടി ഏജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്നത് വെങ്കിട്ടപ്പൈ കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. വെങ്കിട്ടപ്പൈ ആണ് അതിൻ്റെ ചെയർമാൻ. 1966 അവർ അപ്പോയിൻറ്റ് ചെയ്തു. 1969 അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. RBI ആണ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത്. സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി, മൾട്ടി ഏജൻസി അപ്രോച്ച്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, ഇതൊക്കെയാണ് റിവ്യൂ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മിനിമം ഇൻവോൾവ്മെൻറ്റ് സിസ്റ്റം ഈസ് പുട്ട് ഫോർവേഡ് ബൈ. ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി നബാർഡ്, ഓപ്ഷൻ സി IDBI, ഓപ്ഷൻ ഡി KCB. മിനിമം ഇൻവോൾവ്മെൻറ്റ് സിസ്റ്റം പുട്ട് ഫോർവേഡ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നബാർഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഇംപ്ലിമെൻറ്റഡ് ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NCHF, ഓപ്ഷൻ സി HDFC, ഓപ്ഷൻ ഡി NDDB. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, NDDB. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് റെക്കമെൻഡഡ് ബൈ സ്വാമിനാഥൻ കമ്മിറ്റി. ഓപ്ഷൻ എ ബേർഡ്, ഓപ്ഷൻ ബി NCCT, ഓപ്ഷൻ സി ACSTI, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിലേതാണ് സ്വാമിനാഥൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, NCCT. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ അറ്റ് സ്റ്റേറ്റ് ലെവൽ. ഓപ്ഷൻ എ BP പട്ടേൽ, ഓപ്ഷൻ ബി AIRCSC, ഓപ്ഷൻ സി VL മേത്ത, ഓപ്ഷൻ ഡി AIRCRC. ഇതിൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ അറ്റ് സ്റ്റേറ്റ് ലെവൽ അതിൻ്റെ ഫോർമേഷൻ റെക്കമെൻഡ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, BP പട്ടേൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ്. ഓപ്ഷൻ എ H കാൾവേർട്ട്, ഓപ്ഷൻ ബി മാക്ലഗാൻ, ഓപ്ഷൻ സി AD ഗോർവാല, ഓപ്ഷൻ ഡി SD മിശ്ര. ഇതിൽ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ് അതിൽ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, H കാൾവേർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ. ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി SBI, ഓപ്ഷൻ ഡി പ്ലാനിംഗ് കമ്മീഷൻ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, RBI ആണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, അതുപോലെ അഗ്രികൾച്ചറൽ ആൻഡ് ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ACRC എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഇത്രയും പേര് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് RBI ആണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം ഇൻവോൾവ്മെൻറ്റ് സിസ്റ്റം ഈസ് റെക്കമെൻഡഡ് ബൈ. ഓപ്ഷൻ എ BS ബാവ, ഓപ്ഷൻ ബി GP ബാവ, ഓപ്ഷൻ സി KS ബാവ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, GP ബാവ. അദ്ദേഹമാണ് മിനിമം ഇൻവോൾവ്മെൻറ്റ് സിസ്റ്റം റെക്കമെൻഡ് ചെയ്തത്. ഈ ബാവ കമ്മിറ്റി എന്ന് പറയുന്നത് അതിന് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ബാവ കമ്മിറ്റിയുടെ വേറൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനാണ് ലാംസ് എന്ന് പറയുന്നത്.
ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് സൊസൈറ്റി. അത് GP ഭാവയുടെ ഒരു റെക്കമെൻഡേഷനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു റെക്കമെൻഡേഷനാണ് ഈ മിനിമം ഇൻവോൾവ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, NCCT was recommended by ഓപ്ഷൻ എ സ്വാമിനാഥൻ കമ്മിറ്റി, ഓപ്ഷൻ ബി മക്ലഗാൻ കമ്മിറ്റി, ഓപ്ഷൻ സി റോയൽ കമ്മീഷൻ, ഓപ്ഷൻ ഡി സർ ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ എ ആണ്, സ്വാമിനാഥൻ കമ്മിറ്റി. ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സ്വാമിനാഥൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് ഏതാണ് എന്ന് ചോദിച്ചിട്ട്. അതിൻ്റെ ആൻസർ NCCT ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എപ്പോഴും തിരിച്ചും മറിച്ചും മിക്കവാറും ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ശിവരാമൻ കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഡാഷ് 5-year പ്ലാൻ വിച്ച് റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നബാർഡ്. ഓപ്ഷൻ എ 6th, ഓപ്ഷൻ ബി 5th, ഓപ്ഷൻ സി 7th, ഓപ്ഷൻ ഡി 4th. ഇതിൽ നബാർഡിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്ത ശിവരാമൻ കമ്മിറ്റി ഏത് 5-year പ്ലാനിലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 5th 5-year പ്ലാനിലാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇയർ. NDDB ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1951, ഓപ്ഷൻ ബി 1975, ഓപ്ഷൻ സി 1965, ഓപ്ഷൻ ഡി 1971. NDDB വന്നിരിക്കുന്നത് 1965. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആക്ട് വാസ് പാസ്ഡ്. ഓപ്ഷൻ എ 1977, ഓപ്ഷൻ ബി 1987, ഓപ്ഷൻ സി 1965, ഓപ്ഷൻ ഡി 1970. NDDBയുടെ ആക്ട് വന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. NDDBയുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1987 അത് ആക്ട് വന്നിരിക്കുന്നത്. NDDB രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1965. NDDBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ആനന്ദിലാണ്, ഗുജറാത്തിൽ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് NDDBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് എ വിഷൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദ നേഷൻ ഫോർ ഫോസ്റ്ററിംഗ് റൂറൽ പ്രോസ്പെറിറ്റി. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി നബാർഡ്, ഓപ്ഷൻ സി നാഫെഡ്, ഓപ്ഷൻ ഡി NCCF. ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദ നേഷൻ ഫോർ ഫോസ്റ്ററിംഗ് റൂറൽ പ്രോസ്പെറിറ്റി എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഈ ഗ്രാമങ്ങളുടെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് നബാർഡ് എന്നതുകൊണ്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻ ഇന്ത്യ ആർ എക്സ്റ്റെൻഡഡ് വിത്ത് ഫെസിലിറ്റീസ് ബൈ. ഓപ്ഷൻ എ NCCU, ഓപ്ഷൻ ബി NCDC, ഓപ്ഷൻ സി SCU, ഓപ്ഷൻ ഡി NCCF. നമ്മുടെ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് പ്രോസസ്സിങ്, അതായത് ഈ കോപ്പറേറ്റീവ് സംസ്കരണ യൂണിറ്റ്, അപ്പോൾ ഈ കോപ്പറേറ്റീവ് പ്രോസസ്സിങ്ങുകൾക്ക് ഫെസിലിറ്റീസ് കൊടുക്കുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, NCDC. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് സൊസൈറ്റികൾക്ക് ഫെസിലിറ്റീസ് കൊടുക്കുന്നത് NCDC ആണ്. NCDC എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇത് വന്നത് 1963 NCDC വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ദ കൺട്രി ഫോർ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്.
ഓപ്ഷൻ എ നാഫ്സ്കോബ്, ഓപ്ഷൻ ബി NCDC, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി NDDB. അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കൺട്രിയിൽ. ആൻസർ ഓപ്ഷൻ സി ആണ്, നബാർഡാണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈസ് ദ സക്സസർ ഓഫ്. ഓപ്ഷൻ എ NHB, ഓപ്ഷൻ ബി നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്, ഓപ്ഷൻ സി ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഓപ്ഷൻ ഡി NDDB. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതായത് NCDC ആരുടെ പിൻഗാമിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സക്സസർ, പിൻഗാമി ആരുടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്. അതിൻ്റെ പിൻഗാമിയാണ് നമ്മുടെ NCDC എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബേർഡ് ഈസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് പ്രൊമോട്ടഡ് ബൈ. ഓപ്ഷൻ എ നാഫെഡ്, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി SBI. ബേർഡ് ആരുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ആര് പ്രൊമോട്ട് ചെയ്യുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, നബാർഡ്. ഈ ക്വസ്റ്റ്യൻ തന്നെ നേരെ തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, നബാർഡിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് എന്ന്. അതുപോലെ തിരിച്ചും മറിച്ചും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശ് ബാഗ്ചി കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ് റിപ്പോർട്ട് ഇൻ. ഓപ്ഷൻ എ 2012, ഓപ്ഷൻ ബി 2015, ഓപ്ഷൻ സി 2013, ഓപ്ഷൻ ഡി 2010. ഇതിൽ പ്രകാശ് ബാഗ്ചി കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 2013. ഈ പ്രകാശ് ബാഗ്ചി കമ്മിറ്റിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 2012 to 2013 ആണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന റെക്കമെൻഡേഷനാണ് എക്സാമിൻ 3 ടയർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് 1 man 1 vote വാസ് സജസ്റ്റഡ് ബൈ. ഓപ്ഷൻ എ AM ഖുസ്രു കമ്മിറ്റി, ഓപ്ഷൻ ബി റോയൽ കമ്മീഷൻ, ഓപ്ഷൻ സി VL മേത്ത, ഓപ്ഷൻ ഡി മക്ലഗാൻ. ഇതിൽ 1 man 1 vote എന്ന് പറയുന്നത് ആര് സജസ്റ്റ് ചെയ്തതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മക്ലഗാൻ കമ്മിറ്റി. മക്ലഗാൻ കമ്മിറ്റിയുടെയാണ് ഈ 1 man 1 vote എന്ന് പറയുന്നത്. ഇതിൻ്റെ ചെയർമാൻ മക്ലഗാൻ ആണ്. 1914 കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. 1915 അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇവരെ അപ്പോയിൻ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. 1 man 1 vote ആണ് പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഇത് മിക്കവാറും എപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളതാണ് കേട്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1965, ഓപ്ഷൻ ബി 1962, ഓപ്ഷൻ സി 1963, ഓപ്ഷൻ ഡി 1968. ആൻസർ ഓപ്ഷൻ സി ആണ്, 1963. 1963 NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1982, ഓപ്ഷൻ ബി 1984, ഓപ്ഷൻ സി 1948, ഓപ്ഷൻ ഡി 1977. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1982. 1982 ജൂലൈ 12 നബാർഡ് വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻ എ ഗോർവാല കമ്മിറ്റി, ഓപ്ഷൻ ബി ഖുസ്രു കമ്മിറ്റി, ഓപ്ഷൻ സി മാക്ലഗാൻ കമ്മിറ്റി, ഓപ്ഷൻ ഡി വൈദ്യനാഥൻ കമ്മിറ്റി. ഇതിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെ പറയുന്ന മറ്റൊരു പേര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഗോർവാല കമ്മിറ്റി. സർവേ കമ്മിറ്റിയുടെ ചെയർമാനാണ് AD ഗോർവാല.
സോ അത് കാരണം അതിന് ഗോർവാല കമ്മിറ്റി എന്നും അറിയപ്പെടാറുണ്ട്. 1951-54 ഇവർ അപ്പോയിൻറ്റ് ചെയ്തത്. RBI ആണ് അപ്പോയിൻറ്റ് ചെയ്തത്. 1954 ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അതിൽ കമ്മിറ്റിയുള്ള ബാക്കി മെമ്പേഴ്സ് എന്ന് പറയുന്നത് DR ഗാഡ്ഗിൽ, NSR ശാസ്ത്രി, B വെങ്കിട്ടപ്പൈ, ഇത്രയും പേരായിരുന്നു. ഇതിലെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് NSR ശാസ്ത്രിയാണ്. മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 35 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, പാർട്ട് 2 ആയിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്